കാണാൻ സാധിക്കും. ബ്രിട്ടന്റെ വെടിയുണ്ടകൾക്ക് മുന്നിൽ വിരുമാറി കാണിച്ച ധീരദേശാഭിമാനികളായ മമ്പുറം തങ്ങളുടെയും കുഞ്ഞാലി മരക്കാരുടെയും വെളിയങ്കോട് ഉമർ ഖാദിയുടെയും പിൻതലമുറക്കാരായി അഹ്ലുസുന്നയുടെ അജയ്യമായ ആദർശത്തെയും പരിശുദ്ധ ദീനിന്റെ പവിത്ര പാതയെയും തകർക്കാനും തളർത്താനും ശ്രമിക്കുന്ന ദുശക്തികൾക്കെതിരെ കൈരളിയുടെ മണ്ണിൽ ഇന്നോ ശക്തമായി പോരാട്ടം നടത്തുന്നതോ സമസ്തയുടെ സമുന്നതനായ അധ്യക്ഷനും ആത്മീയ ലോകത്തെ പ്രശോഭിക്കുന്ന സൂര്യ തേജസ്സുമായ താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഉള്ളാഴ്ത്തുന്നതും അഹ്ലുസുന്നയുടെ അജയ്യനായ അമരക്കാരനും അരക്ഷിതാവസ്ഥ കടിച്ചുകുടഞ്ഞ ഒരു നിരാലംബ സമൂഹത്തിന്റെ വിലാസവും അലിവിന്റെ അത്താണിയുമായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദും നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പവിത്രമായ പ്രസ്ഥാനമാണ്. സമസ്തയെന്ന പവിത്രമായ പ്രസ്ഥാനത്തിനെ ആറടി മണ്ണിൽ കുഴിച്ചുമൂടാൻ അരയും തലയും മുറുക്കി അരങ്ങത്തിറങ്ങിയ അല്പജ്ഞാനികൾക്ക് മുന്നിൽ 1000 കുതിരശക്തിയോടെ അല്ല, അതിലേറെ കരുത്തോടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പവിത്രമായ പ്രസ്ഥാനം ആഗോള നെറുകയിലേക്ക് കുതിച്ചുയരുകയാണ്. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയും ഭാരതം മുതൽ കാനഡ വരെയും ഏഷ്യൻ ഭൂഖണ്ഡം മുതൽ അമേരിക്കൻ ഭൂഖണ്ഡം വരെയും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായി സമസ്തയും സമസ്തയുടെ സമുന്നതരായ സാരഥികളും ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്കും മലയാളി സമൂഹത്തിനും പ്രതീക്ഷകൾ പ്രദാനം ചെയ്തും പരിവർത്തനത്തിന്റെയും പുരോഗതിയുടെയും വെള്ളിരേഖകൾ ചരിത്രത്തിൽ വരച്ചു ചേർത്തും സമസ്ത ജൈത്രയാത്ര തുടങ്ങിയപ്പോൾ ദാഹജലവും ആശ്വാസവായുവും നൽകി പിന്തുണക്കുന്നതിനു പകരം ആദർശ പ്രസ്ഥാനത്തിന്റെ ആജന്മശത്രുക്കൾ സമസ്തയുടെ വിപ്ലവവീതിയിൽ വൈതരണികളുടെ മൂർച്ചയേറിയ കാരമുള്ളുകൾ വാരി വിതറി രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്ത നിറങ്ങൾ സമസ്തയുടെ മേൽ വാരിപ്പുരട്ടാൻ പലപ്പോഴായി ശ്രമങ്ങൾ നടന്നു. പക്ഷേ ആദർശത്തിന്റെ തീപ്പന്തവുമായി സമസ്തയും സുന്നി ജനലക്ഷങ്ങളും മുന്നോട്ട് ഗമിച്ചു. സമസ്തയെന്ന പവിത്രമായ പ്രസ്ഥാനത്തിനും സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ ആരോപണ മാലിന്യങ്ങളുമായി കലിയിളകിയാടിയ പല ആളുകളെയും ആദർശ കേരളം കണ്ടതാണ്. ഇപ്പോഴിതാ സമസ്തയുടെ ശത്രുക്കളായ ഒരു വിഭാഗം ആളുകൾ നുണപറയൽ മത്സരങ്ങളിലൂടെ കുപ്രസിദ്ധി നേടിയ മുജാഹിദ് പൗരോഹിത്യത്തെ കൂട്ടുപിടിച്ച മുജാഹിദ് പാതിരിമാരിൽ നിന്നും അവിശുദ്ധ ബന്ധത്തിലൂടെ സംഘടിപ്പിച്ച വ്യാജരേഖകളും പരകോടി നുണക്കഥകളുടെ തുരുത്തുചീട്ടുകളുമായി സത്യത്തെ പുതച്ചു മൂടാനുള്ള കുൽസിത ശ്രമവുമായി സുന്നി ജനലക്ഷങ്ങളുടെ പടയോട്ടത്തിനു മുന്നിൽ നെട്ടോട്ടമോടുകയാണ്. ഇപ്രകാരമുള്ള അവിശുദ്ധ ബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കണ്ടപ്പോഴാണ് സമസ്തയുടെ സമുന്നതരായ സാരഥികൾ ഇറങ്ങിത്തിരിക്കാൻ കാരണമായത്. സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ ശക്തമായി നേരിടുന്നതിനു വേണ്ടി രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പവിത്രമായ പ്രസ്ഥാനത്തിന്റെ സമുന്നതരായ സാരഥികൾക്കെതിരെ സുന്നി വിരുദ്ധരെ കൂട്ടുപിടിച്ചോ തെറിയഭിഷേകങ്ങളും ദുരാരോപണങ്ങളും നടത്തി സമസ്തയെ തകർക്കാമെന്നുള്ള വ്യാമോഹവുമായി രംഗത്തിറങ്ങിയ
ഒരു വിഭാഗത്തെ ഇന്നോ സാക്ഷര കൈരളിയുടെ മണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. സമസ്തയ്ക്കെതിരെ കൊഞ്ഞനം കുത്താൻ കഴിവുള്ളയാളുകളെ ആ വിഭാഗം നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമസ്തയ്ക്കും സമസ്തയുടെ പണ്ഡിതന്മാർക്കും സയ്യിദന്മാർക്കുമെതിരെ നറുക്കുവീണ ആ വിഭാഗത്തിന്റെ പുതിയ യന്ത്രത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. ബഹുമാനപ്പെട്ട SKSF-ന്റെ നേതാക്കളും പാണക്കാട്ടെ ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദന്മാരും കൂടിയിരുന്ന് ആലോചിച്ചതിന്റെ ഒരാലോചന ഫലമാണ് ബഹുമാനപ്പെട്ട ഖുർആൻ സ്റ്റഡി സെന്റർ എന്ന ഈ പ്രവർത്തനം. അതിന് സന്ദർഭവശാൽ നറുക്ക് വീണുപോയത് എനിക്കാണ് എന്ന് മാത്രം. അത് ഇനി എന്നും എനിക്ക് നറുക്ക് വീഴണം എന്നുമില്ല, ഇനി ഞാൻ തന്നെ ആകണം എന്നുമില്ല. എന്താണെങ്കിലും സ്വദേശപരമായി തുടങ്ങി സമസ്തയ്ക്കും സുന്നി ജനലക്ഷങ്ങൾക്കുമെതിരെ ആരോപണങ്ങളും തെറിപ്പൂരങ്ങളും നടത്തുക എന്ന സ്വതുദ്ദേശത്തിനു വേണ്ടി തുടക്കം കുറിച്ച സ്റ്റഡി സെന്ററിന് ഇപ്പോൾ നറുക്കുവീണ ആ വ്യക്തി സമസ്തയുടെ സമുന്നതരായ പണ്ഡിതന്മാരെയും സുന്നി ജനലക്ഷങ്ങളെയും ഭ്രാന്തന്മാരാണെന്ന് വിളിച്ചുകൂകുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. ഒരു ഭ്രാന്താലയത്തിന്റെ കൂടാണത്. അല്ലെങ്കിൽ അവർക്ക് ഭ്രാന്തല്ലെങ്കിൽ ഏത് വിഭാഗം എന്നത് ഒരു തരം ഉളുപ്പില്ലാത്ത കൗമാണ്. എന്താണെങ്കിലും സ്വദേശപരമായി തുടങ്ങി ഇനി അതേ വ്യക്തി തന്നെ സമസ്തയ്ക്കും സുന്നി ജനലക്ഷങ്ങൾക്കുമെതിരെ വിളിച്ചുകൂകുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അയാൾക്ക് അയാളുടെ സമൂഹത്തിനും അള്ളാഹുവിന്റെ അടിസ്ഥാനം ഇല്ല. എന്താണെങ്കിലും സ്വദേശപരമായി തുടങ്ങി ഇനി ആയിരക്കണക്കിന് അനാഥ മക്കളുടെ അഭയകേന്ദ്രവും ആലംബഹീനരുടെ ആശാകേന്ദ്രവുമായ കാരന്തൂർ സുന്നി മർക്കസിനെതിരെ സ്വതുദ്ദേശത്തോടുകൂടി ആരോപണമുന്നയിക്കുന്നത് നിങ്ങൾ കാണുക. തങ്ങളല്ലാത്തവരെ തങ്ങളാക്കുന്ന പല ആളുകളും ഉണ്ട്. കേരളത്തിൽ കാരന്തൂരിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതോട് ബന്ധപ്പെട്ട പല ആളുകളും പല സ്ഥലങ്ങളിലും തങ്ങളായി വിലസുന്നത് എന്റെ അറിവിൽ തന്നെയുണ്ട്. സ്റ്റഡി സെന്ററുകാർ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത മുത്തേടം മൗലവിയെ സുന്നിപ്പടയണി ഒരിക്കൽ കൂടി ആദർശ കൈരളിയുടെ മുന്നിൽ വിചാരണ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് പേച്ചോ അതെ, താങ്കൾക്ക് പിഴച്ചു. സമസ്തക്കെതിരെയും സുന്നി പടയണിക്കെതിരെയും കൽപ്പിത കഥകളുടെ അമേദ്യം കലർത്തി അച്ചുനിരത്തിയവരും ആത്മീയ വേദികളിൽ അശ്ലീലം ഛർദ്ദിച്ച് അലങ്കോലപ്പെടുത്തിയവരും എഴുതിവിട്ട ആരോപണങ്ങളുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പും നനഞ്ഞ പടക്കം പോലെ ചീറ്റിപ്പോയ ആദർശ കൈരളിയുടെ മണ്ണിൽ ഇനിയും ആ ചീറ്റിപ്പോയ നനഞ്ഞ പടക്കങ്ങൾ ശേഖരിച്ച് ഊരുചുറ്റാനാണോ മൗലവി താങ്കളും താങ്കളുടെ കൂലിപ്രഭാഷകന്മാരും ശ്രമിക്കുന്നതെങ്കിൽ ഇല്ല. ഈ സംഘശക്തിയെ ആരോപണ മാലിന്യങ്ങൾ കൊണ്ട് തകർക്കാനും തളർത്താനും നിങ്ങൾക്കും നിങ്ങളുടെ സ്തുതിപാഠകന്മാർക്കും സാധ്യമല്ലെന്ന് സുന്നി കൈരളി ഉറക്കെ വിളിച്ചു പറയുകയാണ്.